Draw an 8 cm long line and divide it in the ratio 2:3. 8 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ച് അതിനെ 2:3 എന്ന അംശബന്ധത്തിൽ മുറിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ 8 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കാം. അപ്പോൾ സ്കെയിൽ എടുത്ത് 8 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 2:3 എന്ന അംശബന്ധത്തിൽ ഈ ലൈനിനെ മുറിക്കുക. അപ്പോൾ 2:3ന് 2 + 3 എടുക്കുക, 5 എന്ന് കിട്ടും. ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഈ 5 സെൻറ്റിമീറ്റർ നീളമുള്ള മറ്റൊരു ലൈൻ വരയ്ക്കുക. വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇപ്പോൾ വരച്ച ലൈനിൻ്റെയും ആദ്യം വരച്ച ലൈനിൻ്റെയും എൻഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി 2:3 അല്ലേ, അപ്പോൾ 2ഉം 3യും നമ്മളവിടെ മാർക്ക് ചെയ്ത് ആദ്യം 2 മാർക്ക് ചെയ്യുക. ബാക്കി എത്രയാണ്? 3 ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ 2 ആണ്, ബാക്കി 3 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂട്ടി യോജിപ്പിച്ച ആ ലൈനിൻ്റെ അതിന് പാരലൽ ആയിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് അടുത്തൊരു പാരലൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈൻ ഇപ്പോൾ വരച്ച ലൈനിൻ്റെ അതേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. 8 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങളായി മുറിക്കുക. അപ്പോൾ ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളായാണ് മുറിക്കേണ്ടത്. അപ്പോൾ 8ന്റെ അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ എടുക്കുക. 9 അല്ലേ, 9 3യുടെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ 9 എടുക്കുക. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്നാണ് കിട്ടുന്നത്. 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് 9 എടുക്കുക. 9 അതായത് 3 + 3 + 3 9, 3 ഈക്വൽ പാർട്സ് അല്ലേ. ഇതുപോലെ ഏത് നമ്പർ തന്നിരുന്നാലും അതിന് അടുത്തുള്ള 3യുടെ മൾട്ടിപ്പിൾ എടുത്താൽ നമുക്ക് 3 തുല്യ ഭാഗങ്ങളായി മുറിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലൈനിന്റെ ഒരു എൻഡിൽ നിന്ന് നമുക്ക് 9 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 9 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ 2 ലൈനിന്റെ എൻഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ദെൻ നമ്മൾ ഇവിടെ സ്ലാൻഡഡ് ലൈനിൽ 3 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. അപ്പോൾ 3 തുല്യ ഭാഗങ്ങളായി കഴിഞ്ഞു. ഇനി നേരത്തെ വരച്ചതുപോലെ തന്നെ പാരലൽ ലൈൻസ് വരയ്ക്കുക. ഇപ്പൊ നമുക്ക് ഈ കിട്ടിയ ലൈനിനെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളായി കട്ട് ചെയ്യാൻ സാധിച്ചു. അടുത്ത ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 4:3. ചുറ്റളവ് 15 സെന്റിമീറ്ററും വശങ്ങളുടെ അംശബന്ധം 4:3 ഒരു ചതുരം വരയ്ക്കുക. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 15 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. റെക്ടാംഗിൾ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ പെരിമീറ്ററിന്റെ പകുതി എടുക്കുക. 15ന്റെ പകുതിയായ 7.5 സെന്റിമീറ്റർ എടുക്കുക. ഈ 7.5 സെന്റിമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. ബാക്കിയൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. 7.5 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചതിന് ശേഷം അംശബന്ധം അഥവാ റേഷ്യോ 4:3 ആണല്ലോ, അപ്പോൾ 4 + 3 എടുക്കുക, 7 എന്ന് കിട്ടും. നേരത്തെ വരച്ചതുപോലെ തന്നെ സ്ലാൻഡഡ് ലൈൻ 7 സെന്റിമീറ്ററിലുള്ള ചരിഞ്ഞ ലൈൻ വരയ്ക്കുക, യോജിപ്പിക്കുക. പിന്നെ 4:3 അല്ലേ അംശബന്ധം, അപ്പോൾ 4ൽ ഒരു കുത്തിടുക. 4ൽ ഒരു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ 4, 3 എന്ന് കിട്ടും. ബാക്കി ചെയ്തതുപോലെ തന്നെയാണ്. പാരലൽ ലൈൻ വരയ്ക്കുക. നമുക്കിനി റെക്ടാംഗിൾ ആണ് വരയ്ക്കേണ്ടത്. 4:3 എന്ന അംശബന്ധത്തിലുള്ള ചതുരം വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് കോമ്പസ് ഉപയോഗിക്കാം. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഈ ഒരു മെഷർമെന്റ് നമ്മൾ അളന്നെടുക്കുക. ദെൻ ആർക്ക് കട്ട് ചെയ്യുക. രണ്ട് സൈഡിലും ആർക്ക് കട്ട് ചെയ്യുക. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിനെ നമുക്ക് പ്രൊട്രാക്ടർ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി നമുക്ക് വരയ്ക്കാമല്ലോ. അപ്പം ഒരു ലംബം കിട്ടും. അതുപോലെ അടുത്ത പോയിന്റിലും വെച്ചുകൊണ്ട് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇനി ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ഈ ആർക്കിൽ വന്ന് മുട്ടുന്ന ഭാഗം എവിടെയാണോ അവിടെ വെച്ച് നിർത്താം. ഇനി ഈ ആർക്ക് വെച്ച് മുട്ടിയ ആ ഭാഗങ്ങൾ തമ്മിൽ നമുക്ക് ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്ടാംഗിൾ. അടുത്ത ചോദ്യം, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് പെരിമീറ്റർ 4 സെന്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4:5. 14 സെന്റിമീറ്റർ ചുറ്റളവും വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലുമായ ത്രികോണം വരയ്ക്കുക. ഇവിടെ നമുക്ക് ട്രയാംഗിൾ ആണ് വരയ്ക്കേണ്ടത്. ട്രയാംഗിളിന്റെ പെരിമീറ്റർ 14 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നേരത്തെ വരച്ചതുപോലെ പകുതിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 14 സെന്റിമീറ്റർ അത് തന്നെ നമുക്ക് ലൈനായിട്ട് വരയ്ക്കാം. ട്രയാംഗിൾ ആണ് വരയ്ക്കേണ്ടെങ്കിൽ അതേ തന്നിരിക്കുന്ന ചുറ്റളവ് എത്രയാണോ അത് തന്നെ എടുക്കുക, 14 സെന്റിമീറ്റർ. ഇതിന്റെ റേഷ്യോ 3:4:5 ആണ്. അപ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ലൈനിന്റെ എൻഡ് പോയിന്റ് ഒരു എൻഡിൽ നിന്ന് 12 സെന്റിമീറ്റർ വരയ്ക്കുക. ബാക്കിയെല്ലാം നേരത്തെ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ഇതിനെ 3:4:5 അല്ലേ, അപ്പോൾ ആദ്യം 3 മാർക്ക് ചെയ്യാം. ദെൻ അവിടെ നിന്ന് 4, അങ്ങനെ 3, 4, 5 മാർക്ക് ചെയ്തു. ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് പോലെ തന്നെയാണ്. പാരലൽ ലൈൻസ് വരയ്ക്കുക. നമുക്കിവിടെ വരയ്ക്കേണ്ടത് ട്രയാംഗിൾ ആണ്. അപ്പോൾ നമുക്ക് 3:4:5 എന്ന അംശബന്ധത്തിലുള്ള വശങ്ങളായിരിക്കണം ട്രയാംഗിളിൻ്റെത്. അപ്പോൾ ഈ മിഡിൽ ഭാഗത്തായിട്ട് ബാക്കി 2 സൈഡുകളും കൂടി നമുക്ക് എടുക്കാം. കോമ്പസിലെടുത്ത് വരയ്ക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു മെഷർമെന്റ് ആദ്യം എടുക്കാം. അതെടുത്തതിന് ശേഷം നമുക്ക് നടുക്ക് വരയ്ക്കാം. മിഡിൽ ഭാഗത്ത് ആയിട്ട് ആർക്ക് കട്ട് ചെയ്യാം. അതുപോലെ റൈറ്റ് സൈഡിലുള്ള മെഷർമെന്റ് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക.
അപ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടി. ഇനി അത് രണ്ടും കൂടി നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് 3:4:5 എന്ന സൈഡ്സ് ഉള്ള റേഷ്യയിലുള്ള ട്രയാങ്കിൾ കിട്ടി. Draw a triangle of sides 4 cm, 5 cm, 6 cm. Draw a triangle of same area with one side 7 cm. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ബേസ് ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 സെന്റിമീറ്റർ ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ബാക്കി രണ്ട് സൈഡും ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 4ഉം 5ഉം എടുത്ത് ഞാൻ ആർക്ക് കട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ എൻഡിൽ നിന്ന് 4 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുന്നു. അടുത്ത എൻഡിൽ നിന്ന് 5 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ആർക്കുകളും കൂടെ കൂട്ടിമുട്ടുന്നു. നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക് ഇതേ പരപ്പളവുള്ള ഇതേ ഏരിയയുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കണം. അതായത് നമ്മൾ ബേസിന് പാരലൽ ആയിട്ട് ടോപ്പ് വെർട്ടെക്സിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ സെയിം ഏരിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ ബേസ് നോക്കുക, ബേസിന് പാരലൽ ആയിട്ട് ടോപ്പ് വെർട്ടെക്സിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് വൺ സൈഡ് 7 സെന്റിമീറ്റർ ഉള്ള, ഒരു വശം 7 സെന്റിമീറ്റർ ഉള്ള ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അതിനെ ഞാൻ സ്കെയിലിൽ 7 സെന്റിമീറ്റർ എടുക്കുന്നു. എന്നിട്ട് ബേസിന്റെ ഒരു എൻഡിൽ നിന്ന് ഈ നമ്മൾ വരച്ച പാരലൽ ലൈനിലേക്ക് 7 സെന്റിമീറ്ററിന്റെ ആർക്ക് കട്ട് ചെയ്യുന്നു. ഇനി രണ്ട് ബേസുകളും കൂടി യോജിപ്പിച്ചാൽ നമുക്ക് ആദ്യം വരച്ച അതേ ത്രികോണത്തിന്റെ പരപ്പളവുള്ള സെയിം ഏരിയ ഉള്ള മറ്റൊരു ത്രികോണം കിട്ടും. ഇനി നമുക്ക് സെയിം ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടതെങ്കിലോ, ഞാൻ ഇവിടെ ത്രികോണം വരച്ചിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ടോപ്പ് വെർട്ടെക്സിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. ദെൻ റൈറ്റ് ട്രയാങ്കിളാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ നിന്ന് നമുക്ക് 90 ഡിഗ്രി മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ലെഫ്റ്റിൽ 4 റൈറ്റിൽ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഒരു ആംഗിൾ 90 ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടതെങ്കിലോ, അതായത് സമപാർശ്വ ത്രികോണമാണ് വരയ്ക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളിപ്പോ വരച്ച ബേസ് അതിനെ പകുതി എടുക്കുക. ബേസിന്റെ പകുതി, കറക്റ്റ് പകുതി. ഇതിപ്പോ 6 ആണ്. 6ന്റെ പകുതി എന്തെടുക്കുക? 3 എടുക്കുക. 3യിൽ നിന്ന് കറക്റ്റ് മുകളിലേക്ക് നമ്മൾ ഒരു ലംബം അഥവാ പെർപെൻഡിക്കുലർ വരയ്ക്കുക. വരച്ചു കഴിയുമ്പോൾ നമ്മൾ ആ പാരലൽ ലൈനിൽ കൂട്ടിമുട്ടുന്നതായിരിക്കും. അപ്പൊ ആ രണ്ട് എൻഡ് പോയിന്റുകളിലേക്ക് വരച്ച പോയിന്റുമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ് സർക്കിൾ. അതായത് ത്രികോണത്തിന്റെ പരിവൃത്തം വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി എന്താ ചെയ്യേണ്ട? പരിവൃത്തം വരയ്ക്കാണ് വേണ്ടത്, അതായത് സർക്കിൾ. അതിനായിട്ട് നമുക്ക് രണ്ട് സൈഡുകൾക്ക് ബൈസെക്ടർ അഥവാ സമഭാജി വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ സൈഡിന് ഞാൻ എന്ത് ചെയ്തു? സമഭാജി വരയ്ക്കാനായിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക, പകുതിയിൽ കൂടുതൽ എടുത്ത് രണ്ട് സൈഡിലും ആർക്ക് കട്ട് ചെയ്യുക. ആർക്ക് കെട്ടിയതിന് ശേഷം അവയെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. ആർക്കിൽ രണ്ട് പോയിന്റുകളില്ലേ, അവ തമ്മിൽ സ്കെയിൽ എടുത്ത് വെച്ച് കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുക. ഇനി അടുത്ത ഒരു സൈഡിനും കൂടി നമ്മൾ സമഭാജി വരയ്ക്കുക, ബൈസെക്ടർ വരയ്ക്കുക. ഇപ്പൊ പേര് കൊടുത്താൽ എ ബി സിയിൽ ഞാൻ എ ബിക്ക് വരച്ചു. ഇനി ബി സിക്കും കൂടി എന്ത് ചെയ്യാം? സമഭാജി അഥവാ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ പകുതി കൂടുതൽ എടുത്തുകൊണ്ട് തന്നെ രണ്ട് വശത്തേക്കും നമ്മൾ ബിയിലും സിയിലും വെച്ചുകൊണ്ട് ആർക്ക് കട്ട് ചെയ്യുക. ബിയിൽ വെച്ച് വരച്ചു, അടുത്ത സിയിൽ വെച്ചും കൂടി ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് പോയിന്റുകൾ കിട്ടുന്നതായിരിക്കും. അതും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈനും രണ്ടാമത് വരച്ച ലൈനും കൂടി ഒരു പോയിന്റിൽ കൂട്ടുമുട്ടുന്നതായിട്ട് കാണാം. ആ പോയിന്റിൽ കോമ്പസ് കുത്തിക്കൊണ്ട് പെൻസിലിന്റെ മുന ABCയിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇതാണ് സർക്കം സർക്കിൾ.